കണ്ണേ കനിയെ. രചന ആമി. അവതരണം ഷാഹുൽ മലയിൽ. വീടിന്റെ മുമ്പിൽ നീല ടാർപ്പായ വലിച്ചു കെട്ടിയിട്ടുണ്ട്. മുന്നിലും രണ്ടു വശത്തുമായി നിരത്തിവെച്ച കസേരകളിൽ നാട്ടുകാരും ബന്ധുക്കളും അയൽവാസികളും നിരന്നിരിക്കുന്നു. എല്ലാവരും മൂകമായിരിക്കുകയാണ്. ചിലരെല്ലാം കണ്ണു തുറക്കുന്നു. മറ്റു ചിലർ പടച്ചവനോട് പരാതിയും പരിഭവവും പറയുന്ന തിരക്കിലും. വീടിന്റെ അകത്തളത്തിൽ നിന്ന് അടക്കിപ്പിടിച്ച തേങ്ങലുകളും കരച്ചിലുകളും കേൾക്കാം. ഇന്നലെ വരെ കളിച്ചിരികൾ നിറഞ്ഞു മേലെ വീട്ടിൽ എത്ര പെട്ടെന്നാണ് മരണത്തിന്റെ ഗന്ധം നിറഞ്ഞത്. കയ്പ് നിറഞ്ഞ കണ്ണീരിനാൽ സന്തോഷങ്ങൾ മുങ്ങി താഴുന്നത്. അൻവറിന്റെയും ഹാജിറുടെയും നിർബന്ധം കാരണം വെള്ളിപ്പയുടെ ആണ്ടിനായി 1 മാസത്തെ ലീവിന് വന്നതായിരുന്നു അവരുടെ ചെറിയ മകനെ അജിസാനുവും ഷനാനയും മോളും. വിവാഹം കഴിഞ്ഞ് 5 വർഷങ്ങൾക്ക് ശേഷം അവരിലേക്ക് വന്നു ചേർന്ന സ്വർഗമായിരുന്നു അജിസാൻ ബിന്ദ് സിയ മുഹമ്മദ് എന്ന 4 വയസ്സുകാരി സിയ മോൾ. ആണ്ടിനായി അജുവിന്റെ 2 പെങ്ങന്മാരും കുട്ടികളും ഇക്കാക്കമാരും ഫാമിലി എല്ലാവരും തറവാട്ടിൽ ഒരുമിച്ച് സന്തോഷമായി തന്നെ പരിപാടി ഒന്നിച്ചുകൂടി. പിറ്റേന്നത്തോടെ എല്ലാവരും പിരിഞ്ഞുപോയെങ്കിലും ചെറിയ സഹോദരി സാജിയും മോളും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. 3 മാസം ഗർഭിണിയായിരുന്നു സാജി. ഇടയ്ക്ക് വരുന്ന വയറുവേദനയെ തുടർന്ന് ഷാനിക്ക് കുറച്ചായിട്ട് അസ്വസ്ഥതയുണ്ടായിരുന്നു. ഡോക്ടറെ കാണിക്കാനായി ഒരുങ്ങിയതും കൂടെ പോകാൻ സിയമോളും വാശി കാണിച്ചു. ഉമ്മയാണ് ഈ ഉച്ചനേരത്തെ കുഞ്ഞിനെയും കൊണ്ട് പോവേണ്ടെന്ന് പറഞ്ഞതും അവരോട് 2 ആളും വേഗം പോയി വരാൻ പറഞ്ഞതും ഉമ്മയും വാപ്പിയും വേഗം വരാമെന്ന് പറഞ്ഞ് തങ്ങളുടെ പൊന്നോമനെ കവിളിൽ ഓരോ ഉമ്മയും കൊടുത്തുപോയ അജുവിനും ഷാനിക്കും അറിയില്ലായിരുന്നു അത് അവരുടെ അവസാനത്തെ സ്നേഹചുംബനമായിരുന്നെന്ന്. സാജിയുടെ മോൾ റിഫയും സിയും ഒരേ പ്രായമാണ്. 2 പേരും ഹാളിൽ കളിക്കുന്നുണ്ട്. സാജിയോട് മക്കളെ നോക്കാനും ഏൽപ്പിച്ച് ഹാജിമ ഒന്ന് മയങ്ങനായി റൂമിലേക്ക് പോയി. ഫോൺ നോക്കി സാജി ഹാളിലെ സെറ്റിയിലും കിടക്കുന്നുണ്ടായിരുന്നു. അതിലെപ്പോഴും ആരും അറിയാതെ സിയമോൾ തുറന്നിട്ട വാതിലും കടന്ന് പുറത്തേക്ക് പോയി. നാടും വീടും അധികം കണ്ട് പരിചയമില്ലാത്തവൾക്ക് കാണുന്ന ഓരോ കാഴ്ച അത്ഭുതമായിരുന്നിരിക്കണം. ആകാംക്ഷയോടെ നോക്കി നടന്നവൾ വീണ്ടും കടന്നുപോയതാരും കണ്ടതുമില്ല. ഗേറ്റും കടന്ന് റോഡിലേക്ക് ഇറങ്ങിയ മോൾ അപ്പുറത്തെ പീടിയെ കണ്ട് റോഡ് മുറിച്ചെടുക്കാൻ ഒരുങ്ങിയതും അതിവേഗതയിൽ വന്ന ബൈക്ക് ആ കുരുന്നിനെ ഇടിച്ച് തെറിപ്പിച്ചു. ശക്തമായ ഇടിയുടെ ആഘാതത്തിൽ തലയിടിച്ച് വീണ കുഞ്ഞിൽ നിന്ന് ചുടുരക്തമൊഴുകി. നിമിഷ നേരം കൊണ്ടെല്ലാം കഴിഞ്ഞിരുന്നു. അവസാനമായി സിയയുടെ ഉമ്മയെ വിളിച്ചു. പതിയെ ആ കുഞ്ഞ് കണ്ണുകളടഞ്ഞു. ശബ്ദം കേട്ട് ഓടിയെത്തിയ അപ്പുറത്തുള്ളവർ കുഞ്ഞിനെയും വാരിയെടുത്ത് പുറകിലായി വന്ന വണ്ടിയിലായി അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ഇതൊന്നും അറിയാതെ തങ്ങളുടെ നിധിയായ പൊന്നോമനെ ദൈവം തിരികെ വിളിച്ചതറിയാതെ അജുവും ഷാനിയും മറ്റൊരിടത്ത്. നാട്ടുകാരുടെ ആർപ്പുവിളിയും കരച്ചിലും കേട്ടാണ് ഹാജുമ്മയും സാജിയും പുറത്തേക്ക് വന്ന്. കാര്യമറിഞ്ഞതും ആ വല്യമ്മ കുഴഞ്ഞു വീണിരുന്നു. അവിടെ തന്നെ ഷോപ്പിലായിരുന്നു. അന്നേരം ആരൊക്കെ അവരെ വിളിച്ചു പറയാൻ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വിളിച്ചു പറയാൻ ആർക്കും കഴിയുന്നുണ്ടായിരുന്നില്ല. അതിനുള്ള മനക്കരുത്തില്ലായിരുന്നു എന്നതായിരുന്നു സത്യം. വല്യപ്പയുടെ കരളിന്റെ കഷ്ണമായിരുന്നു സിയമോള്. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ തന്നെ പൊന്നുമോൾ പടച്ചവന്റെ വിളിക്ക് ഉത്തരം നൽകിയിരുന്നു. ഒരു നിമിഷത്തെ അശ്രദ്ധ ആ കുഞ്ഞു ജീവൻ അവരിൽ നിന്നും പടച്ചവൻ അകറ്റിയിരുന്നു. നിലവിളി ശബ്ദത്തോടെ വരുന്ന ആംബുലൻസ് കണ്ടതും ആളുകൾ വേഗം മാറിക്കൊടുത്ത് സൗകര്യമൊരുക്കി കൊടുത്തു. വീടിന്റെ മുമ്പിലായി വാഹനം നിന്നു. അതിൽ നിന്നും ജീവശവം പോലെ അജിനാസ് ഇറങ്ങി. തൊട്ടുപിറകെ ഉപ്പയും. ഇന്നലെ വരെ വാപ്പി എന്ന് വിളിച്ച് പിന്നാലെ ബഹളം വെച്ച് നടന്നവൾ ഇന്ന് നിശബ്ദമായിരിക്കുന്ന കാണെ ആ പിതാവിന്റെ ഹൃദയത്തിൽ രക്തം പൊടിയുന്നുണ്ടായിരുന്നു. ഒന്ന് പൊട്ടിക്കരയാൻ തോന്നിപ്പോയെങ്കിലും അവൻ എല്ലാവരുടെയും മുമ്പിൽ കരച്ചിൽ അടക്കി പിടിച്ചു നിന്നു. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ കുഞ്ഞു ശരീരം മയ്യത്ത് കട്ടിലോടെ വീടിന്റെ ഹാളിലേക്ക് വെച്ചതും മോളെ എന്നും വിളിച്ച് ഹൃദയം പൊട്ടുന്ന മാതിരിയിൽ അലറി ഷാനി ഓടി വന്ന് പൊതിഞ്ഞ് പിടിച്ചിരുന്നു. മോളെ കുഞ്ഞ കണ്ണൂർക്ക് മോളെ, ഉമ്മിയാ പൊന്നെ, ഒന്ന് ഉമ്മീന്ന് വിളിച്ചെന്റെ പൊന്നെ, ഉമ്മീനെ സങ്കടപ്പെടുത്താതെ. ഒരു കുഞ്ഞിളം ചിരിയോടെ തിളങ്ങുന്ന മുഖത്തോടെ കിടക്കുന്ന മയ്യത്തിനെ നോക്കി ഷാനി വിങ്ങിപ്പൊട്ടി കരഞ്ഞു പറഞ്ഞു. ചുറ്റും നിറഞ്ഞുന്നവരുടെ നെഞ്ച് തകർക്കുന്നുണ്ടായിരുന്നു ആ മാതാവിന്റെ നിലവിളി. അജുക്ക, നമ്മുടെ മോളോട് എന്നെ നോക്കാൻ പറയും. അവളൊന്നും ഇണ്ടാക്കി കിടക്കുന്ന കണ്ണില്ലെങ്കിൽ എഴുന്നേറ്റ് വന്ന് ഉമ്മീന്നൊന്ന് വിളിക്കാൻ പറ അജുക്ക. അങ്ങോട്ട് വന്ന അജുവിനെ കണ്ടതും ഒരു പൊട്ടിക്കരച്ചിലോടെ ഷാനി അവന്റെ ഷർട്ട് പിടിച്ച് വലിച്ചു പറഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു പോയി. 5 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കിട്ടിയ കനിയാണ് വെള്ള പുതച്ചാ കിടക്കുന്നത്. സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ മാതാപിതാക്കൾക്ക്. രാവിലെ കുളിപ്പിച്ച് മാറ്റി ഒരുക്കിയപ്പോൾ പുരികം എഴുതിത്തരാൻ വാശി പിടിപ്പിച്ച് വരപ്പിച്ച മോളുടെ പുരികങ്ങളിൽ ഇപ്പോഴും ചെറുതായി കരിമഷി കറുപ്പ് കാണാമായിരുന്നു. വീട് നിറയെ കുന്തിരിക്കത്തിന്റെ ഗന്ധം, മനോഹരമായ ഖുർആൻ പാരായണം, തിങ്ങി നിറഞ്ഞ ആളുകൾക്കിടയിലൂടെ അവസാനമായി കുഞ്ഞുമുഖമൊന്ന് കാണുവാനായി തിരക്ക് കൂട്ടുന്നവർ, ഹൃദയം പൊട്ടുന്ന അലറി കരച്ചിലുകൾ, അടക്കി പിടിച്ച തേങ്ങലുകൾ. മരണത്തിന്റെ നിറം എത്ര പെട്ടെന്നാണ് ആ വീടിന് മേൽ ചാർത്തപ്പെട്ടത്. കുളിപ്പിക്കാൻ സമയമായതും കുഞ്ഞുമേനി അവസാനമായി കുളിപ്പിച്ച് പുത്തൻ തുണിയിൽ അണിയിച്ചൊരുക്കാൻ കുടുംബത്തിലെ കാര്യപ്പെട്ട സ്ത്രീകൾ ഒരുങ്ങി. എന്റെ പൊന്നിനെ ഞാനുണ്ട്, എന്റെ പൊന്നിനെ ഞാൻ കുളിപ്പിച്ചോളാം എന്നും പറഞ്ഞ് പോവാൻ തുനിഞ്ഞവളെ എല്ലാവരും കൂടെ തടഞ്ഞു വെച്ച്. ഉമ്മ, എന്റെ കുഞ്ഞല്ലേ, ഞാൻ കുളിപ്പിച്ചൊരുക്കിക്കോട്ടെ എന്റെ പൊന്നിന്. അവസാനായിട്ടല്ലേ
ഇനി ഒരിക്കൽ കൂടി മോളെനിക്ക് പ്ലീസ് ഉമ്മ എന്നും പറഞ്ഞ് കണ്ണുനീർ തുടക്കുന്നവളെ കണ്ട് ഷാനിന്റെ ഉമ്മയിൽ നിന്നവരിലും പേടി തോന്നിച്ചു. റബ്ബേ, എന്തിനാ നിന്റെ മോൾക്ക് ഈ വിധി കൊടുത്ത്? സഹിക്കുന്നില്ലല്ലോ എൻ്റെ അള്ളാ. ആ ഉമ്മ വേദനയോടെ മേലെ കയ്യോർത്തി നെഞ്ചും തടവി. ഷാനി, വേണ്ട മോളെ, മാന്റെ കുട്ടിക്ക് അത് താങ്ങൂല. എന്തോ ഉമ്മ ഈ പറയുന്നത്? എൻ്റെ മോളെ ഞാനല്ലേ അവസാനമായിട്ട് കുളിപ്പിച്ചൊരുക്കേണ്ടത്. ഇല്ലല്ലോ, അവൾക്ക് എന്നോട് പിണക്കാവുമ്മ. ഒരു ചെറുപുൻസിരിയോടെ വെള്ള പുതച്ചെടുക്കുന്ന തന്റെ പൊന്നോമനെ ഷാനി എന്ന് നോക്കി പറഞ്ഞതും കേട്ടവരെല്ലാം വേദനയോടെ അവളെ നോക്കി. റബ്ബേ, ഇങ്ങനെ ഒരു വിധി ഒരു മാതാപിതാക്കൾക്കും നൽകല്ലേ നാഥ എന്ന് അവരെല്ലാം അന്നേരം മൗനമായി ദുആ ചെയ്തു പോയി. എല്ലാവരുടെയും കൂടെ അവസാനമായി അവളും കൂടി തൻ്റെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ. എന്തോ അന്നേരം അവൾക്ക് വല്ലാത്തൊരു ഭാവമായിരുന്നു. പടച്ചവൻ കൊടുത്ത മനഃശക്തിയാവാം. ഒരിറ്റു കണ്ണീര് പോലുമില്ലാതെ മുതിർന്ന സ്ത്രീകൾ പറയുന്ന പോലെ ഓരോന്ന് ചെയ്തവൾ. വേദനയോടെ നോക്കി നിന്നു പലരും ആ കാഴ്ച. വീടിന്റെ വലിയ ഹാളിന്റെ നടുക്കായി വെള്ളയിൽ പൊതിഞ്ഞ കുഞ്ഞുമേനി വീണ്ടും കിടത്തി. വല്ലാത്തൊരു ചൈതന്യമായിരുന്നു ആ കുഞ്ഞു മുഖത്തിനപ്പോൾ. വല്യപ്പമാരും വല്യമ്മമാരും അങ്ങനെ മേലെ വീട്ടിലെ ഓരോരുത്തർ അവസാനമായി സിയമോൾക്ക് നെറ്റിയിലായി ചുംബനം നൽകി. കണ്ടു നിന്ന പലരുടെയും ഹൃദയം പൊട്ടി രക്തമൊഴുകി. കണ്ണുകൾ തോരാതെ പെയ്തു. നെഞ്ചു വിങ്ങി. പെണ്ണുങ്ങൾ തലയിലെ തട്ടത്തിനാൽ വാപ്പൊത്തി കരച്ചിലിൽ അമർത്തി പിടിക്കാൻ പാഴ്ശ്രമം നടത്തി. മയ്യത്തെടുക്കാൻ സമയമായി, ഓളൊന്നുകൂടെ ഒന്ന് കാണിക്കേണ്ട ആജിമ്മ. കരഞ്ഞു കരഞ്ഞ് കണ്ണീർ പറ്റി അവരെ നോക്കി അടുത്ത വീട്ടിൽ ഇത്ത ചോദിച്ചതും ഒന്നും പറയാതെ ആ പാവം സ്ത്രീ തട്ടത്തിന്റെ തലപ്പുകൊണ്ട് മുഖം പൊത്തി കരഞ്ഞുപോയി. ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സിയമോള് നഷ്ടമാവില്ലെന്നും താൻ കാരണമാണ് കുഞ്ഞിനെ പടച്ചോൻ തിരിച്ചു വിളിച്ചതെന്ന് ആലോചിച്ച് വല്യമ്മയുടെ ഹൃദയം തകർന്നിരുന്നു. പിന്നെ അവരോടൊന്നും പറയാതെ ഇത്ത റൂമിലേക്ക് പോയി. ഉമ്മയുടെ മടിയിലായി കിടക്കുന്നവളെ കണ്ടതും അവളിൽ ജീവന്റെ ഒരു കണിക പോലുമില്ലെന്ന് തോന്നിപ്പോയി അവർക്ക്. മോളെ ഷാനി, മോളെ നിനക്കൊന്ന് കാണണ്ടടി. കണ്ണടച്ച് കിടക്കുന്നവൾ അത് കേട്ടതും പെട്ടെന്ന് എഴുന്നേറ്റ്, കാണണം, നീക്ക് കാണണം എന്നും പറഞ്ഞ് ഓടാനായി ഒരുങ്ങിയവളെ ഷാനയുടെ ഉമ്മയെ അനിത്യയും പിടിച്ചു വെച്ച്. ഉമ്മ, നീക്ക് എന്റെ കുഞ്ഞിനെ ഒന്നുകൂടെ കാണണം, എന്നെ വിട്ട് ഞാൻ പോട്ടെ അങ്ങോട്ട്. അവളവിടെ ഒറ്റക്കാവുമ്മ. കണ്ണീരോടെ വിങ്ങിപ്പൊട്ടി പറയുന്നവളെ കാണാൻ ചുറ്റും നിന്നവരെല്ലാം കണ്ണു തുടച്ച് ഏങ്ങിക്കരഞ്ഞു. ഉമ്മയോടൊപ്പം ഹാളിലെത്തിയവൾ കണ്ടു തന്റെ പൊന്നോമനെ. ഉമ്മി, നിക്ക് ഇതുപോലത്തെ നിസ്കാരക്കുപ്പായി മേടിച്ചു തരുമോ? ഒരിക്കൽ താൻ നിസ്കരിക്കുമ്പോൾ മടിയിലേക്കിരുന്ന് ശരിയോടെ ചോദിച്ച തന്റെ പൊന്നുമോൾ ഇന്ന് അതേ ഡ്രസ്സിൽ പൊതിഞ്ഞു കിടക്കുന്ന കാണാൻ ദേഹം കുഴഞ്ഞവൾ താഴേക്ക് ഊർന്നുപോയി. മോളെ നോക്കി, നിന്റെ ഉമ്മയ ഒന്ന് നോക്ക് മോളെ, മോളെ. ആ കുഞ്ഞുമുഖം കയ്യിലെടുത്ത് ഷാനി പറഞ്ഞതും കണ്ടു നിന്നവർ ഇതൊന്നും സഹിക്കാനാവാതെ അങ്ങോട്ട് നോക്കാൻ കഴിയാതെ മുഖം തിരിച്ചു. ഈ ഉമ്മയെ വിട്ട് പോലെന്റെ പൊന്നെ, ഒന്ന് കണ്ണുറന്ന് നോക്കി മോളെ, അവസാനായിട്ട് ഉമ്മാന്ന് വിളിക്കുക. നെഞ്ചുപൊട്ട് വിധം ഷാനി അലറി. എല്ലാവരും അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. അവസാനം അജുവും ഷാനിയും തങ്ങളുടെ കൺമണികളുടെ കവിളിലായി ഓരോ മുത്തം നൽകി. മയ്യത്ത് കട്ടിലിന്റെ വലതുഭാഗത്ത് ഒരു പാവ കണക്കെ അജു അവർക്കൊപ്പം നടന്നു. അവന്റെ ഉള്ളിൽ ഒരു പെരുമഴ പെയ്യുന്നുണ്ടായിരുന്നു അന്നേരം. 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മുടെ സഹോദരൻ അജിനാസിന് റബ്ബ് ഈ പൊന്നുമോളെ കൊടുത്തത്. റബ്ബിന്റെ തീരുമാനം നമുക്ക് മാറ്റാൻ പറ്റുന്നല്ലോ. അവന്റെ പരീക്ഷണമായിട്ട് അവൻ അവരിൽ നിന്നും പൊന്നുമോളെ ഇന്ന് തിരിച്ചു വിളിച്ചിരിക്കുക. ഇന്ന് അവിടെ റൂഹി ഈ സമയത്ത് സ്വർഗത്തിൽ പടച്ചോന്റെ മാലാഖമാർക്കൊപ്പം പാറി കളിക്കുന്നുണ്ടാവും. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അജിനാസിനും ഭാര്യയ്ക്കും ഷഫാഅത്തിനായി ഈ കുഞ്ഞുമോളും ഉണ്ടാവും അവരുടെ കൈപിടിച്ചു കൊണ്ടുപോവാൻ. സർവശക്തനായ നാഥൻ അജിനാസിനും കുടുംബത്തിനും ക്ഷമയും സമാധാനവും നൽകുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്തു. പിന്നെ മയ്യത്ത് നിസ്കാരവും മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും നടത്തി. പിന്നെ മയ്യത്ത് കട്ടിലിൽ നിന്ന് കുഞ്ഞിനെ എടുത്തു. അന്നേരം പെട്ടെന്ന് അജിനാസ് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊണ്ട് പൊതിഞ്ഞു. ആ തണുത്ത കുഞ്ഞുമേനി അവന്റെ ചൂട് കണ്ണുനീരിനാൽ നനഞ്ഞു. ചുറ്റുമുള്ളവർ അവനെങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ കുഴങ്ങി. അജുവിന്റെ മൂത്ത ജ്യേഷ്ഠം മയ്യത്തിൽ നിന്ന് അവനെ വേർപ്പെടുത്തി ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കണ്ടുനിന്ന ഉസ്താദ് വരെ കണ്ണു തുടച്ചു. ശേഷം ആ ചെറിയ കബറിൽ കുഞ്ഞു ശരീരം ഇറക്കി വെച്ചു. അജുവിന്റെ ഹൃദയം വിറച്ചുപോയി. ഒറ്റ തവണ കൂടി എല്ലാവർക്കും മുഖം കാണിച്ചു കൊടുത്തു. ഓരോരുത്തരായി വന്ന് ഖബറിലേക്ക് 3 പിടി മണ്ണ് വിതറി. അജുവിന്റെ കൈ വിറച്ചു. കണ്ണുനീർത്തുള്ളികൾ മണ്ണിലേക്ക് ഇറ്റി വീണു. അവസാനം ആ ഖബർ മുഴുവനായും മണ്ണിട്ട് മൂടി. കൂടെ വന്നവരെല്ലാം പിരിഞ്ഞു പോയി തുടങ്ങി.
നേരെ മഗ്‌രിബിനോടടുത്തു. നിശബ്ദമായ ആ പള്ളിക്കാട്ടിൽ ഒരു മാത്രം തനിച്ചായി. ഖബറിനരികിൽ മുട്ടുകുത്തി നിന്ന് നോവേറും മനസ്സോടെ അവൻ ആകാശങ്ങളിൽ വിരാജിക്കുന്ന സർവശക്തിന് നേരെ നോക്കി വിങ്ങിപ്പൊട്ടി. ആകാശം അപ്പോൾ ആ വേർപാടിന്റെ ദുഃഖം ഏറ്റുവാങ്ങിയെന്ന പോലെ ചെഞ്ചായം അണിഞ്ഞു നിന്നു. തന്റെ പൊന്നുമോൾ വെറും മണ്ണിൽ ഇനി ഒറ്റയ്ക്ക്. തണുക്കില്ലേ അവൾക്ക്? പേടിയാവില്ലേ എൻ്റെ കുഞ്ഞിന്? അപ്പോൾ അവനെ തഴുകി തലോടി ഒരു ഇളങ്കാറ്റ് വീശി. അന്നേരം അവൻ കണ്ണടച്ച് നിന്നുപോയി. അന്നേരം വാപ്പി എന്നൊരു വിളി അവന്റെ കാതുകളിൽ മുഴങ്ങി. ഞെട്ടിക്കണ്ണു തുറന്ന അവൻ ഇനി ഒരിക്കലും അങ്ങനെ വിളിക്കാൻ തന്റെ പൊന്നുമകളില്ലല്ലോ എന്ന് ഓർത്തതും അടക്കി വെച്ച വിങ്ങൽ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അവനിലൊരു വിതുമ്പലായി മാറി. അവൻ കരഞ്ഞു. അസഹനീയമായ വേദനയാൽ അവൻ പൊട്ടിക്കരഞ്ഞു.